ചരിത്രമുറങ്ങുന്ന നമ്മുടെ കാസർഗോഡിൻ്റെ ബേക്കലിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്ന നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങാൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ രണ്ടാമത്തെ സീസൺ തുടങ്ങുമ്പോഴത്തേന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയണ്ടേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ സീസൺ 2 ഈ വരുന്ന ഡിസംബർ 22-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുക എന്നുള്ള വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, സിപ്പ് ലൈൻ റൈഡ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പിന്നെ അക്വാസ്റ്റിക് ഷോ ഉണ്ടായിരുന്നു, പിന്നെ ജനലക്ഷങ്ങളായിരുന്നു ഇങ്ങോട്ട് ഒഴുകിയെത്തിയത് അല്ലേ മുട്ടി? അപ്പോൾ ഈ വർഷം സീസൺ 2 ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ രണ്ടാമത്തെ സീസൺ തുടങ്ങുമ്പോഴത്തേന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ കാസർഗോഡുകാർക്ക് മുഴുവൻ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ ലൈക്ക് ചെയ്തിട്ട് തുടങ്ങണേ, അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് അത് മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ മുട്ടി? ഓക്കെ, ബാ. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ ഇവിടെ മൊത്തം വേറെ പോസ്റ്റർ ആയിരുന്നു. ഇത് പ്രതാവിന്റെയും പിന്നെ ചാലക്കുടി പ്രസീത ചേച്ചിയുടെയും. ഈ പ്രാവശ്യത്തെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടില്ലേ? നമ്മുടെ വാനമ്പാടി KS ചിത്രയുണ്ട്, നടന വിസ്മയ ശോഭന ചേച്ചിയുണ്ട്, MG ശ്രീകുമാർ ഉണ്ട്, ശിവമണി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ തൈക്കുടം ബ്രിഡ്ജിന്റെ പ്രോഗ്രാംസ് കൊണ്ടാണ് ഈ പ്രോഗ്രാം, അതായത് ബീച്ച് ഫെസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് ഈ ഒരു ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ വീഡിയോയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കാണിച്ചാലോ. അങ്ങനെ 2023 ലാസ്റ്റ് ഡിസംബറിൽ എത്തുമ്പോഴത്തേന് നമ്മൾ കാസർഗോട്ടുകാർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് കാസർഗോഡുകാർ ഒന്നടങ്കം അല്ല മുട്ടി, ഒന്നടങ്കം എൻജോയ് ചെയ്യുന്ന വലിയൊരു മഹാ ഉത്സവമാണ് ഈ നമ്മുടെ വരാൻ വേണ്ടി പോകുന്ന ബീച്ച് ഫെസ്റ്റ് അല്ലേ. അതിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ട്രാഫിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. അതായത് വണ്ടി അവിടെ പാർക്ക് ചെയ്യണമെന്ന് പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പം അതിനൊക്കെ ഈ പ്രാവശ്യം ഇവർ ഒരുപാട് സൊല്യൂഷനൊക്കെ കാണുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഫോൾട്ട് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് അതൊന്നുമില്ലാതെ ഈ പ്രാവശ്യം എല്ലാം പക്കയായിട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയിൽ പണി നടക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അത്രയും എനർജി ലെവലിലാണ് കേട്ടോ പണി നടക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം, അതെ അതെ അതെ, ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് വരാനും ആവേശമാണ്. ഇനി എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് ഉണ്ടെന്നറിയാൻ. ഇനി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടുത്തെ സ്റ്റാളാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് കയറുന്നത്. ഇതാണ് നമ്മൾ കയറി വരുമ്പോഴേ കിട്ടുന്ന സ്റ്റാള്. കംപ്ലീറ്റ്ലി AC ആണ് കേട്ടോ. ഈ പ്രാവശ്യം നോൺ AC ഒന്നും ഇല്ലാതാണ് നമ്മൾ ചോദിച്ചത്. നോൺ AC ഫുൾ AC ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞ് ഈ സ്റ്റോൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ നമ്മൾ വരുമ്പോഴത്തേന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഓട്ടോ ഷോ ആണ് കേട്ടോ. അതായത് വിവിധ കാറുകളും നമുക്ക് ഇഷ്ടപ്പെട്ട കാറുകളും, അതായത് വണ്ടി ഭ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ വണ്ടികളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് സെക്കൻഡ് വൺ നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് വളരെ നാച്ചുറലായിട്ടായിരുന്നു ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഫുള്ള് ലൈറ്റനിങ് ആണ്. ഇത് ഈവനിങ് കാണാൻ സൂപ്പറാണ് കേട്ടോ. എന്നാ പറയാ, നമുക്ക് ഫോട്ടോസ് എടുക്കാനും അടിപൊളി ഒരു ആംബിയൻസ് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കോമ്പറ്റീഷനും ഉണ്ട് കേട്ടോ. ഈ ഒരു ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പറ്റീഷന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമായിരിക്കും കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പം അതിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ മെയിൻ സ്റ്റേജിലേക്കാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അത്രത്തോളം ആൾക്കാർ കയറാൻ പറ്റുന്നില്ല, അതുപോലത്തെ അവസ്ഥ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡിലെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ നമ്മളെ കാസർഗോഡുകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവലാണ് ബീച്ച് ഫെസ്റ്റിവൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അധികം ആൾക്കാർ, ഇത്രയും വലിയ പ്രോഗ്രാംസ്, ഇത്രയും സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ ഇത്രയും ഷോസ്, ഇതൊക്കെ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴത്തേന് അതിന് ഏറ്റവും നമ്മളാണ് അഭിമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് വരെ ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസരങ്ങളുണ്ട്. മംഗലാപുരത്തേക്കുള്ള പരശുരാം, ചെന്നൈ എഗ്മോർ, വെസ്റ്റ് കോസ്റ്റ്, ഈ 3 ട്രെയിനുകൾക്ക് ഇവിടെ താൽക്കാലികമായിട്ട് 22 തൊട്ട് 31 വരെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുമുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടാ നമസ്കാരം. രണ്ട് ചേട്ടന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ചേട്ടന്മാരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം, പേരെന്താ ചേട്ടാ? ഹംസ. ചേട്ടൻ്റെ അസൈനാറ്. എങ്ങനെയുണ്ട് ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഈ പ്രാവശ്യത്തേക്ക് ബീച്ച് ഫെസ്റ്റിവൽ വരുമ്പോഴത്തേന് എന്താണ് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ, ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ കൊല്ലം ഇവർ പ്രതീക്ഷിച്ച ആകെ 1-2 ലക്ഷം ആളെയാണ്. പക്ഷേ വന്നത് 10 ലക്ഷം ആളത്തോളം വന്നിട്ട് 10 ലക്ഷം ആളാത്തോളം. ഓക്കെ, ഞങ്ങളത് തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം അല്ലേ മൂട്ടി, ഈ കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? പിന്നെ അതുകൊണ്ട് ഈ പ്രാവശ്യം അപ്പോൾ അന്ന് ഇത്ര ഒരുക്കൊന്നും ഉണ്ടായിട്ടില്ല.
അതിന് അതുകൊണ്ട് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ നടത്തിപ്പിനെല്ലാം ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ 10 അല്ല 20 വന്നാലും ഇപ്രാവശ്യം കുഴപ്പമില്ല. കാർ പാർക്കിങ്ങിനൊക്കെ എങ്ങനെയാണ്? പാർക്കിംഗ് ഇപ്രാവശ്യം നല്ല സൗകര്യം ചെയ്യുന്നുണ്ട്. മുമ്പത്തേനേക്കാളും സൗകര്യം ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ മൊത്തം. മുമ്പേ അപ്പുറം വരുന്ന വഴിയിൽ നിന്ന് കുറച്ച് 3-4 പറമ്പ് ഇങ്ങനെ ഒഴിച്ചിട്ടായിരുന്നു. ഇപ്പൊ അതല്ല, കണ്ടമാനം സ്ഥലമെല്ലാം ശരിയാക്കി വെക്കുന്നുണ്ട്. മണ്ണിടുന്നതിനെ കണ്ടിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഒക്കെ എവിടെ നിന്നൊക്കെയായിട്ടാ കിട്ടുന്നത്? ടിക്കറ്റ് കുടുംബശ്രീ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുന്ന കൗണ്ടറും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഈ റെയിൽ കടന്നു വരുമ്പോൾ അപകടം സംഭവിക്കാണ്ട് ഇത് ഈ ഗേറ്റ് ബന്ധാക്കി. അപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാലം കടന്നിട്ട് വരാനും പിന്നെ ഈ മെയിൻ ഗേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം അതേ ഉണ്ടാവും. പിന്നെ അത്രയും ഈ ഗേറ്റ് അടക്കും, ഗേറ്റ് അടക്കും തന്നെ. ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിലേക്ക് ഒക്കെ വരുമ്പോഴത്തേന് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ കൊല്ലം ഒന്നുമില്ലല്ലോ. ഇപ്രാവശ്യം ശോഭന, മറ്റേ ചിത്ര, മറ്റേ MG ശ്രീകുമാർ, പിന്നെ മറ്റേ കണ്ണൂർ ഷെരീഫ്, ഇത്രയും ആൾക്കാര് സ്റ്റേജും മാറ്റമുണ്ട്. കഴിഞ്ഞതിനേക്കാളും വലിയ സ്റ്റേജാണ് ഇപ്രാവശ്യം വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തെക്കാളും വലിയ സ്റ്റേജ്. പിന്നെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഈ പ്രാവശ്യം പുതിയ റൈഡ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ അതുകൊണ്ട് പുതിയ എന്തെല്ലാം വരുന്നുണ്ട്? സൈക്കിള്, കേബിൾ സൈക്കിൾ, അങ്ങനെ കേബിൾ സൈക്കിൾ അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പണി ഇപ്പൊ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അതെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വളണ്ടിയർ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലേ? അടിപൊളി. ഈ പ്രാവശ്യം ആൾക്കാർ ഒരുപാട് വരും, ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ നടക്കാനുണ്ട്. എന്താണ് വരുന്ന ആൾക്കാരോട്, നമ്മുടെ കാസർഗോഡുകാരോട് പറയാനുള്ളത്? ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാം, ആസ്വദിച്ചു പോവാ. അത് തന്നെ, എൻജോയ് ചെയ്യാം. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മാക്സിമം നമുക്ക് എൻജോയ് ചെയ്ത് തകർത്തു പോകാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു 10 ദിവസം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. ഇനി ഇവിടുത്തെ പ്രോഗ്രാംസ് എന്താണ് നമുക്ക് പറയണ്ടേ? എൻ്റെ മോനെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അമ്മൂട്ടി കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കാസർഗോഡുകാരെ ഫുള്ളും എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആ വലിയ സ്റ്റേജ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടെ വലിയ സ്റ്റേജാണ് കേട്ടോ ഈ പ്രാവശ്യം വീട് സെറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ പ്രോഗ്രാം എന്താണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അമ്മൂടി നോക്കി വരണം കേട്ടോ, തട്ടിയൊന്നും വീണേക്കരുത്. ഇവിടെ സ്റ്റേജൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. 22-ാം തീയതിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള, കേരളത്തിൽ ഇഷ്ടമില്ലാത്ത ആരുമില്ല, തൈക്കുടം ബ്രിഡ്ജിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ ഫസ്റ്റ് ദിവസം നടക്കുന്നത്. ഇനി സെക്കൻഡ് ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവമണിയുടെ ഫ്യൂഷനാണ്, അടിപൊളിയായിരിക്കും. അതിനുശേഷം അമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ആൾ ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാമാണ് നടക്കുന്നത് തേർഡ് ദിവസം. അതിനുശേഷം 4th MG ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇനി അതിനുശേഷം 5-ാമത്തെ ദിവസം നടനും വിസ്മയും ശോഭന ചേച്ചിയുടെ പ്രോഗ്രാമാണ്. അതിനുശേഷം പത്മകുമാർ, അനിൽ നറുക്കര, കണ്ണൂർ ഷെരീഫ്, ഗൗരി ലക്ഷ്മി. ഇനി 10-ാമത്തെ ദിവസമാണ്, അതായത് നമ്മുടെ ന്യൂ ഇയറിന് ആയി, അതായതിട്ടുണ്ടെങ്കിൽ ആട്ടം കലാസമിതിയുടെ ചെണ്ട വേണം, അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റസ ബീഗമിൻ്റെ പ്രോഗ്രാമും ഉണ്ടാവും. ഇത് രണ്ടും ഒരുമിച്ചാണ് അന്നത്തെ ദിവസം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും പ്രോഗ്രാമാണ് ഈ ഒരു 10 ദിവസം ബീച്ച് ഫെസ്റ്റിവലിന് ഈ സീസൺ 2 അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പൊളിക്കണ്ട മുട്ടി, പൊളിക്കണ്ടേ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും സീസൺ 2 വന്നപ്പോൾ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അവതാർ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഫുൾ അവതാർ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കാസർഗോട്ടുകാരാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം കോയമ്പത്തൂർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അത് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു അവതാർ 3D സെറ്റപ്പ് ആയിരിക്കും, അടിപൊളിയായിരിക്കും അല്ലേ അമ്മൂട്ടി? അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇല്ലാത്തൊരു അനുഭവമായിരിക്കും ഈ വർഷം ബീച്ച് ഫെസ്റ്റ് വരുന്നവർക്ക് അനുഭവിക്കാനുള്ളത്. അങ്ങനെ സിപ്പ് ലൈൻ റൈഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ സെറ്റായിക്കൊണ്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കിക്കൊണ്ടുണ്ട്. സെയിം റേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ആൾക്കാർ. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വെച്ചാലും ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ സിപ്പ് ലൈൻ റൈഡിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ സിപ്പ് ലൈൻ റൈഡിലേക്ക് ആദ്യം നമ്മൾ പോകുമ്പോഴത്തേന് ആദ്യം നമ്മൾ ഹെൽമെറ്റ് വെക്കുക അല്ലേ ചേച്ചി? ചേച്ചിയുടെ പേരെന്തായാലും പേര് പറയാ ചേച്ചി. മാലിനി എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര്. ഓക്കെ, ഇങ്ങനെയാ. എന്നിട്ട് ചേച്ചിയാണോ ഫസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുന്നത്? അപ്പം ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേന് മടുക്കുകയല്ലേ ചേച്ചി?
കൂടുതൽ ലേഡീസ് ആണോ പിള്ളേരാണോ എങ്ങനെയാണോ ഏറ്റവും കൂടുതൽ ഇത് കയറാൻ വേണ്ടി? കുട്ടികളാണ് ഇതിനകത്ത് കയറാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഫെസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഞാനും അമ്മും കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ സിപ്പ് ലൈൻ റൈഡിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഹമ്പ്. ഇവിടെ കയറി നേരത്തെ കയറി പോയവരൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അമ്മൂട്ടി എങ്ങനെയുണ്ട്? പിടയ്ക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് നോക്കിയേ, ഈ ഒരു ലെവലിലാണ് കേട്ടോ. എടി നീ പ്രശ്നമൊന്നുമില്ലല്ലോ നിനക്ക്? റെഡി, എന്നാൽ പിന്നെ ഞാൻ പോവാം. റെഡി അമ്മൂട്ടി, ഞാൻ പോവാണേ. റെഡി? അങ്ങനെ ആദ്യം നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തത് സിപ്പ് ലൈൻ റൈഡാണ് അല്ലേ? അല്ല മുട്ടി, എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ ഈ ഒരു സീ വ്യൂ ഫുള്ളും കണ്ട് ആൾക്കാരുടെയൊക്കെ ഒരു അല്ലേ ഇത്രയും ഒരു, അതായത് ബീച്ച് കാണാൻ പറ്റും. ബീച്ച് ഫെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഏരിയ ഫുള്ള് ഒരു പ്രളയമായിരിക്കും. അപ്പോൾ അത് ഫുള്ള് നമുക്ക് ഒരുമിച്ച് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്, ഈ ഒരു ഏരിയയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് ക്യാമൽ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഓരോരുത്തന്മാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ബീച്ച് ഫെസ്റ്റ് തുടങ്ങാൻ വേണ്ടി പോകുന്നതിൻ്റെ ആ ഒരു മൂഡിൽ പതിയെ കയറി വരുന്നുണ്ട്. കാരണം ആൾക്കാരൊക്കെ വന്നുകൊണ്ടുണ്ട്. നമുക്ക് ആൾക്കാരോടൊക്കെ പോയി ചോദിച്ചാലോ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഈ പ്രാവശ്യം എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ എന്നൊക്കെ ചോദിച്ചാലോ അമ്മൂട്ടി? ബ്രോ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബീച്ച് ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബീച്ച് ഫെസ്റ്റ്? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നോ? ഏത് പ്രോഗ്രാമിനാണ് വന്നത്? ഓർമ്മയില്ല. ഏത് പ്രോഗ്രാമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നതിൽ? എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം? പാട്ട് അങ്ങനത്തെ ആണോ? എന്താണ് എക്സ്പെക്ടേഷൻ ഈ പ്രാവശ്യം വരുമ്പോഴത്തേക്കും? കഴിഞ്ഞ അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ഹായ്, ഓടി വരൂ. എല്ലാവരോടും ചോദിക്കും എന്താണ് പേരെന്താണ്? ചേട്ടൻ്റെ പേര്? പ്രശ്നമല്ല, നിങ്ങളോട് അതായത് നമ്മള് ബീച്ച് ഫെസ്റ്റ് ഒക്കെ വരാൻ വേണ്ടി പോയല്ലേ? അപ്പം എന്താണ് നമ്മള് കേരളത്തിന്റെ നമ്മളെ കാസർഗോഡ് ജില്ലയിലേക്ക് ഏറ്റവും അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇനി വരാൻ പോകുന്നത്. അടിപൊളി. പോരട്ടെ, അടുത്തത്. എല്ലാവർക്കും നല്ല സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഉത്സവമായിട്ട് ഇത് മാറുമെന്നാണ് തർക്കമില്ല. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പല കലാകാരന്മാർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കാസർഗോഡിനെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ വിചാരം. ഇവിടെ വരുന്നവരോട്, ഇനി ഇവിടെ വന്ന് ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരോട് എന്താണ് പറയാൻ വേണ്ടിട്ട്? ഒന്നുമില്ല, ഇവർക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നഷ്ടമായിട്ട് തോന്നുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. നമ്മുടെ കാസർഗോഡ് ഉണ്ടായിട്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ ബീച്ച് ഫെസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഫോൾട്ട് ആയിട്ട് തോന്നിയത്? എന്തെങ്കിലും ഫോൾട്ട് ആയിട്ടൊന്നുമില്ല, എൻജോയ് ആണ്. നമ്മുടെ നാടൻ പാട്ട് മേഖലയിൽ വളരെ പ്രസിദ്ധ പോലുള്ള ആൾക്കാർ വന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഗസൽ ഗാനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നാടൻ പാട്ടുകൾ ഒട്ടനവധി നമ്മൾ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗസൽ ഗാനങ്ങൾ, മുഹമ്മദ് റാഫിയുടെ കുറെ ഗാനങ്ങളുണ്ട്. ഇപ്പൊ കരളിൽ തീയറിയുന്നു, തലമണ്ട പുകയുന്നു, മുന്നോട്ട് പായുന്നെന്റെ റയില് വണ്ടി, നേരെ മുന്നോട്ട് പായുന്നെന്റെ റയില് വണ്ടി. അപ്പൊ ഞാനൊരു നാടൻ പാട്ട് കരകയറാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു മേഖലയിൽ വരുമ്പോ വല്ലാത്ത എനർജിയാണ്. നമ്മുടെ നാടിനകത്ത്, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനത്തെ ബേക്കൽ ഫോർട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുമ്പോ വല്ലാത്തൊരു എനർജിയാണ്. അപ്പൊ അത് നമുക്ക് മറ്റുള്ളവർ മാതൃകയാണ് അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ മുന്നോട്ട് പോകാം. അടിപൊളി. അപ്പൊ എന്താ പറയാ, ഇതൊക്കെയാണ് മോനെ എനർജി. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുമ്പോഴത്തേന് എല്ലാവരോടും പറ എനർജി ആക്കണം എന്ന് പറ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, എനർജി ആണ്. ഞാൻ പ്രമോദ് ദേവഞ്ചിയാണ്, നാടൻപാട്ട് കലാകാരനാണ്, നാടകക്കാരനാണ്. ഒക്കെ ഇവിടെ വന്ന് നമുക്ക് ആസ്വദിക്കാം. നമുക്കൊരു പാട്ട് പാടുവോ നമ്മുടെ കാസർഗോഡുകാർക്ക് വേണ്ടിട്ട്? ഓക്കെ, തീർച്ചയായിട്ടും. താനിനം താനിന്നം തായാനേ, താനിനം താനിന്നാനേ, താനിനം താനിന്നം താനോ താനേ, താനിനം താനിന്നാനേ. മുത്തു മുസ്ലിയാര് മലപ്പുറം കാഴ്ചകൾ കാണുവാൻ പോകുമ്പോ, മൊഞ്ചത്തിയായൊരു പെണ്ണന്തി പെണ്ണിത വഞ്ചിയം കണ്ടിത അക്കരയ്ക്കോ, താനിനം താനിന്നം തായാനേ, താനിനം താനിന്നാനേ.
താനാ താനിനും താനിന്നും താനോ താനേ താനിനും താനിന്നാനേ വഞ്ചിയിലുള്ളൊരു മങ്കയെ കണ്ടപ്പോ മൂളകം പാട്ടൊന്നു മൂളിയേ മൂളകം പാട്ടൊന്നു കേട്ട നേരോ തട്ടം കണ്ട മുഖം മൂടിയേ താനിനും താനിന്നും താനിനും താനിന്നാനേ താനിനും താനിന്നും താനോ താനേ താനിനും താനിന്നാനേ പ്രിയപ്പെട്ടവരെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബേക്കൽ ബീച്ചിൽ കാണാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ മെയിൻ സ്റ്റേജ് ഒക്കെ കണ്ട് നേരെ വരുന്നത് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ. ഇവിടെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഫുള്ള് ആൾക്കാർ തന്നെ ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മളാണ് കേട്ടോ ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പം ഈ പ്രാവശ്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ ആയിരിക്കും കേട്ടോ ആ സമയത്ത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം മെയിൻ സ്റ്റേജിൻ്റെ അവിടെ വേറെ സ്റ്റാളുകളൊന്നും അല്ലെങ്കിൽ ഷോസ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ പ്രാവശ്യം മെയിൻ സ്റ്റേജിൻ്റെ ചുറ്റുവട്ടത്തൊന്നും അതുപോലത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം നേരെ ഓപ്പോസിറ്റേക്ക് മാറ്റിയൊക്കെയാണ് കേട്ടോ. അത് ഷോസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ്. അതായത് അവിടെ തന്നെയാണ് നാടൻ ഭക്ഷണശാലയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എത്ര വന്നിട്ടുണ്ടെങ്കിലും സ്പേസ് ഉണ്ടാവും എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഈ പ്രാവശ്യം നല്ല കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസ് കോമ്പറ്റീഷൻ അല്ലേ മുട്ടി. അതായത് ഈ മാസം 31-ാം തീയതി വരെ നിങ്ങൾ ബേക്കലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നല്ല നല്ല കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ റീൽസായിട്ട് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് എന്ന ഇൻസ്റ്റാ പേജിനെ മെൻഷൻ ചെയ്ത് എ ഡേ വിത്ത് ബേക്കൽ എന്നൊരു ഹാഷ്ടാഗ് ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ സെലക്ട് ചെയ്യുന്നവർക്ക് നല്ല നല്ല സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചരിത്രമുറങ്ങുന്ന നമ്മുടെ കാസർഗോഡിൻ്റെ ബേക്കലിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്ന നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങാൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കൽ ബീച്ച് ഫെസ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. സോ അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ കാസർഗോഡുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതാണ് മെയിൻ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബീച്ച് ഫെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളും ഉണ്ടാകും കേട്ടോ. നിങ്ങളും വന്ന് കാണണം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഇവിടെ ബേക്കൽ ഡിജിറ്റൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. അവിടെ നമ്മളുണ്ടാവും. നമുക്ക് ഒരുപാട് പ്രോഗ്രാമും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.